തുല്ലാബി അൽ അഇസ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫിൽ ഫസ്ലിൽ മാളി ദറസ്ന അൽ ബരീദുൽ ഇലക്ട്രോണി അല്ലദി ഇസ്തലമ റിൽവാൻ. ഫിൽ ഫസ്ലിൽ മാളി കഴിഞ്ഞ ക്ലാസ്സിൽ ദറസ്ന നമ്മൾ പഠിച്ചു അൽ ബരീദുൽ ഇലക്ട്രോണി ഇമെയിൽ അല്ലതി ഇസ്തലമ ഏത് ഇമെയിലാണ്? അല്ലതി ഇസ്തലമ അത് കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു. ആര്? റിൽവാന് കൈപ്പറ്റി. ആ ഒരു ബരീദുൽ ഇലക്ട്രോണി ഇമെയിൽ നമ്മൾ പഠിച്ചു. അപ്പം അത് കിട്ടിയതിന് ശേഷം എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഹലറ റിൽവാനുൻ ഫി മക്തബിൽ മർക്കസി ബിഷഹാദത്തിഹി വജറത്തിൽ മുഖാബലത്തു ബൈനഹു വ ബൈന മുദീറു ഖിസ്മി തൗലീഫ്. ഹലറ ഹാജറായി. ആര്? ദിൽവാന് ഹാജറായി. എവിടെ? ഫി മക്തബിൽ മർക്കസി. മക്തബ് മാന ഓഫീസ്. മക്തബിൽ മർക്കസി സെൻറ്ററിലേക്ക്. ഏത് സെൻറ്ററാണ്? നമ്മൾ ഇന്നലെ പറഞ്ഞു ട്രാൻസ്ലേഷൻ സെൻറ്റർ. അപ്പോൾ അതിൻ്റെ ഓഫീസിൽ റിൽവാന് ഹാജരായി. എങ്ങനെ? ബിഷഹാദത്തിഹി, വിത്ത് ഹിസ് സർട്ടിഫിക്കറ്റ്സ്, അവൻ്റെ സർട്ടിഫിക്കറ്റുകളോടുകൂടെ. അപ്പോൾ റിൽവാന് ട്രാൻസ്ലേഷൻ സെൻറ്ററിൻ്റെ ഓഫീസിൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരായി. ജറത്ത് നടന്നു. അൽ മുഖാബലത്തു ഒരു ഇൻ്റർവ്യൂ നടന്നു. ആർക്കിടയിലാണ്? ബൈനഹു വ ബൈന മുദീറി ഖിസ്മി തൗലീഫ്. ബൈനഹു അവനും, അതേപോലെ തന്നെ വ ബൈന മുദീറു ഖിസ്മി തൗലീഫ്. അത് നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. മുദീർ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ. ഖിസ്മു തൗലീഫ്, ഖിസ്മ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ്. തൗലീഫ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ്. ആ ഒരു സംഭാഷണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. ദിൽവാൻ എന്താ പറയുന്നത്? സ്വബാഹൽ ഖൈർ, ഗുഡ് മോർണിംഗ്. സ്വബാഹൽ ഖൈർ എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ്. അൽ മുവല്ലഫ്, ആ ഉദ്യോഗസ്ഥൻ തിരിച്ച് പറയണം എന്ത്? സ്വബാഹൽ ഖൈർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ച് എഴുതുക സ്വബാഹന്നൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെയും അർത്ഥം ഗുഡ് മോർണിംഗ് എന്ന് തന്നെയാണ്. എന്താണ് ഗുഡ് മോർണിംഗ് എന്നുള്ളതിൻ്റെ മലയാളം? അറിയുന്ന ആളുകൾ താഴെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ. എത്ര കുട്ടികൾക്ക്, എത്ര ആളുകൾക്ക് അത് അറിയുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തഫല്ലൽ, അദ്ദേഹം തുടർന്ന് പറയാണ്, തഫല്ലൽ വരൂ, പ്ലീസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇവിടെ വരൂ എന്നർത്ഥം. ഇസ്തരിഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളിരിക്കൂ എന്നാണ്. അപ്പോൾ സ്വബാഹന്നൂർ ഗുഡ് മോർണിംഗ്, തഫല്ലൽ വരൂ, വസ്തരിഹ് ഇരിക്കൂ. അപ്പോൾ റിൽവാൻ പറയാണ് ശുക്രൻ, നന്ദി, താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോൾ അൽ മുവല്ലഫ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, അരിഫ് ബി നഫ്സിക്ക, നിങ്ങൾ പരിചയപ്പെടുത്തുക, ബി നഫ്സിക്ക നിങ്ങൾ സ്വയം നിങ്ങളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണ്, എത്ര വരെ പഠിച്ചിട്ടുണ്ട്, നിങ്ങളെ പ്രായം എത്രയാണ്, അഡ്രസ്സ് ഏതാണ്, ബാക്കി ഡീറ്റെയിലൊക്കെ എന്താണ് എന്നുള്ളത് പറഞ്ഞ് പരിചയപ്പെടുത്തൂ എന്ന് പറഞ്ഞു. അപ്പോൾ റിൽവാൻ പറയാണ്, ഇസ്മി എൻ്റെ പേര് റിൽവാനാണ്, എൻ്റെ പേര് റിൽവാൻ. അമലു ഞാൻ ജോലി ചെയ്യുന്നു, അൽ ആൻ ഇപ്പോൾ, അമലു അൽ ആൻ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത്, ഫി ഷരിക്കത്തിൻ ഒരു കമ്പനിയിലാണ്. ഷരിക്കത്ത് മാന കമ്പനി, ഒരു കമ്പനിയിലാണ്. ഖാസ്വത്തിൻ പ്രൈവറ്റായിട്ടുള്ള, ഖാസ്വത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ പ്രൈവറ്റ് കമ്പനിയിലാണ് എന്താക്കുന്നത്, ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ അൽ മുവല്ലഫ് ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ്, മാ ജിൻസിയത്തുക നിങ്ങളുടെ ദേശം ഏതാണ്, നിങ്ങളുടെ നാഷണാലിറ്റി ഏതാണ്, നിങ്ങൾ ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ റിൽവാൻ പറഞ്ഞു, അന ഹിന്ദിയുൻ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞു. അൽ മുവല്ലഫു ഉദ്യോഗസ്ഥൻ കം എത്രയാണ്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ പ്രായം എത്രയാണ്, വയസ്സെത്രയാണ് എന്ന് ചോദിച്ചു. ദിൽവാന് പറയാണ്, ഹംസത്തുൻ വ ഇഷറൂന. ഹംസത്തുൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 5 ഇഷറൂന എന്ന് പറഞ്ഞാൽ 20. അപ്പോൾ കൂട്ടി പറയുമ്പോൾ ഹംസത്തുൻ വ ഇഷറൂന 25 വയസ്സ്. അൽ മുവല്ലഫ്
ഉദ്യോഗസ്ഥൻ വീണ്ടും ചോദിക്കുകയാണ്, വമാ മുഅഹിലാത്തുക, വമാ എന്തെല്ലാമാണ്, മാ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്, മുഅഹിലാത്തുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിൻ്റെ യോഗ്യതകൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റിൽവാൻ പറയാണ്, ഹസ്വൽതു അല ബാക്കാലൂരിയൂസ് മിൻ ജാമിഅത്തി കാലിക്കൂത്ത്. ഹസ്വൽതു ഞാൻ കരസ്ഥമാക്കി. ഹസ്വല എന്നുള്ള പദത്തിൻ്റെ കൂടെ ഫിഅലിൻ്റെ കൂടെ എപ്പോഴും അല എന്നുള്ളത് വരാറുണ്ട്. അപ്പോൾ ഹസ്വല അല എന്നാണ് പറയുക. അപ്പോൾ ഹസ്വൽതു അവൻ്റേതായിട്ടുള്ള കാര്യം പറയുന്നത് കൊണ്ട് തന്നെ ഹസ്വൽതു എന്ന് പറയുകയാണ്. അപ്പോൾ ഹസ്വൽതു ഞാൻ കരസ്ഥമാക്കിയിട്ടുണ്ട്, ഞാൻ നേടിയിട്ടുണ്ട്. അല എന്താ നേടിയിട്ടുള്ളത്, ബാക്കാലൂരിയൂസ് ബിരുദം, ഡിഗ്രി നേടിയിട്ടുണ്ട്. മിൻ ജാമിഅത്തി കാലിക്കൂത്ത്, ജാമിഅത്ത് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി, കാലിക്കൂത്ത് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന്, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ബിരുദം നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അൽ മുവല്ലഫ് ഉദ്യോഗസ്ഥൻ വീണ്ടും ചോദിക്കുകയാണ് അടുത്ത ചോദ്യം, ഹൽ ഇന്ദക ഖിബ്റത്തുൻ, ഹൽ ഇന്ദക നിൻ്റെ പക്കലുണ്ടോ, നിനക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഖിബ്റത്തുൻ, എക്സ്പീരിയൻസ്, പരിചയമുണ്ടോ, ഈ ജോലി ചെയ്തിട്ട് നിനക്ക് പരിചയമുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഹൽ ഇന്ദക ഖിബ്റത്തുൻ നിനക്ക് തൊഴിൽ പരിചയമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റിൽവാൻ പറയാണ്, നഅം അതേ ഉണ്ട് എന്ന് പറഞ്ഞു. സനത്താനി 2 വർഷം, സനത്താനി എന്ന് പറഞ്ഞാൽ 2 ഇയർ, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അൽ മുവല്ലഫ് അപ്പോൾ ഉദ്യോഗസ്ഥൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ സനത്തസ്വിലു ബിക ലാഹിക്കൻ, സനത്തസ്വിലു ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം, ഞങ്ങൾ ബന്ധപ്പെടാം, ബിക നിങ്ങളുമായിട്ട്, താങ്കളെ ഞങ്ങൾ ബന്ധപ്പെടാം, ലാഹിക്കൻ ഉടനെ തന്നെ. ലാഹിക്കൻ എന്ന് പറഞ്ഞാൽ ലേറ്റർ എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. അപ്പോൾ ഉടനെ ഞങ്ങൾ താങ്കളെ ബന്ധപ്പെടാം എന്ന് പറഞ്ഞു. അപ്പോൾ റിൽവാന് ശുക്രൻ, താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞു. ഇതാണ് അവർ തമ്മിൽ നടന്ന ഇൻ്റർവ്യൂ. ഇത് ഒരിക്കൽ കൂടെ വായിക്കുക. എന്നിട്ട് നമ്മൾ അതിന് താഴെ കൊടുത്തിരിക്കുന്ന തുടർന്നു വരുന്ന ആക്ടിവിറ്റികൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നഖ്റഉ വനുമസ്സിലുൽ മുഖാബലത ഫി സ്വഫി. നഖ്റഉ നമുക്ക് വായിക്കാം, വനുമസ്സിലു നമ്മൾ അഭിനയിക്കാം, നമുക്ക് അഭിനയിക്കാം, അൽ മുഖാബലത ഈ ഇൻ്റർവ്യൂ എന്ത് ചെയ്യാം, നമുക്ക് അഭിനയിക്കാം, ഫി സ്വഫി ക്ലാസ്സിൽ എന്ത് ചെയ്യാം, രണ്ട് കുട്ടികൾ വീതം ഇങ്ങനെ പെയറായി വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ടേബിളിൻ്റെ ഒരു വശത്ത് ഒരാളും മറ്റേ വശത്ത് ഒരാളും ഇങ്ങനെ ഇരുന്നിട്ട് ചിത്രത്തിലുള്ളതുപോലെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിതിങ്ങനെ ക്ലാസ്സിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാം എന്നാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. ദെൻ 75-ാമത്തെ പേജ് നോക്കുക. നുക്മിലുൽ ജുമല ബിൽ കലിമാത്തിൽ മുനാസിബത്തിൽ സുവരി. നുക്മിലു നമുക്ക് പൂരിപ്പിക്കാം, അൽ ജുമല സെൻറ്റൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, വാക്യങ്ങൾ നമുക്ക് പൂരിപ്പിക്കാം. ബിൽ കലിമാത്തി പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കലിമാത്ത് എന്ന് പറഞ്ഞാൽ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അൽ മുനാസിബത്തി യോജിച്ച പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ലിസുവരി ചിത്രത്തിന് യോജിച്ച പദങ്ങൾ കൊണ്ട് വാക്യങ്ങൾ നമുക്ക് പൂരിപ്പിക്കാം എന്നാണ്. അതിന് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഹുനാക്ക ബഅ്ലുൽ കലിമാത്ത് ഫിൽ മുറബ്ബഇ. ഹുനാക്ക ബഅ്ലുൽ കലിമാത്ത് അവിടെ ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫിൽ മുറബ്ബഇ ആ ഒരു ബോക്സിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാമാണത്? ഒന്നാമത്തെ നോക്കുക, ഹാസൂബുൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്, കമ്പ്യൂട്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത് അൽ മിജ്റഫത്ത് എന്ന് പറഞ്ഞാൽ കൈക്കോട്ടാണ്. അടുത്തത് വരുന്നത് അൽ മിൻഷാറുൽ കെഹ്റുബായി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കട്ടിംഗ് മെഷീനാണ്, മരങ്ങളൊക്കെ മുറിക്കുന്ന ഇലക്ട്രോണിക്കിൻ്റെ കട്ടിംഗ് മെഷീനാണ്. അടുത്തത് വരുന്നത് ഷാക്കൂസുൻ, ഹാമറാണ്. ഷാക്കൂസ് എന്ന് പറഞ്ഞാൽ ചുറ്റിക അഥവാ ഹാമറാണ്. അവസാനത്തത് വരുന്നത് അസ്സമ്മാഅത്ത്, അത് സ്റ്റെതസ്കോപ്പാണ്, ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പാണ്. ദെൻ ഒന്നാമത്തത് നമ്മളെങ്ങനെയാണ് പൂരിപ്പിക്കുക? ഉപയോഗിക്കുന്നു. യസ്തഖ്ദിമു എല്ലാ സെൻറ്റൻസിലും വരുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ഉപയോഗിക്കുന്നു എന്നാണ്. ഇവിടെ അന്നജ്ജാറു ആശാരി, മരപ്പണിക്കാരന്, മരങ്ങൾ കൊണ്ട് ജോലിയെടുക്കുന്ന ആൾ ഉപയോഗിക്കുന്നു. എന്താണ് ഉപയോഗിക്കുക? ബിഷാക്കൂസിൻ
അല്ലേ? അദ്ദേഹം ഉപയോഗിക്കുക ഹാമറാണ്. അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുക ഹാമർ ആയിരിക്കും. അപ്പോൾ യസ്തഖ്ദിമുൻ നജ്ജാറു ബിഷാക്കൂസ്, ആശാരി ഹാമർ ഉപയോഗിക്കുന്നു. അടുത്തത് രണ്ടാമത്തത് നോക്കുക. യസ്തഖ്ദിമു ഉപയോഗിക്കുന്നു, അത്വബീബു ഡോക്ടർ, ഡോക്ടർ ഉപയോഗിക്കുന്നു. എന്തായിരിക്കും ഉപയോഗിക്കുക? ബിസമ്മ അത്തി, അതെ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ബിസമ്മ അത്തി സ്റ്റെതസ്കോപ്പ്. അപ്പോൾ സ്റ്റെതസ്കോപ്പ് കൊണ്ട് ഡോക്ടർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പരിശോധിക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തേത് യസ്തഖ്ദിമുൽ ഹത്വാബു, ഹത്വാബ് എന്ന് പറഞ്ഞാൽ മരം വെട്ടുകാരൻ, മരം വെട്ടുകാരൻ ഉപയോഗിക്കുന്നു. എന്താ ഉപയോഗിക്കുക? ബിൽ മിൻഷാരിൽ കഹ്റുബായി, ബിൽ മിൻഷാരി അൽ കഹ്റുബായി, ഈർച്ചവാള്, അതും ഇലക്ട്രോണിക്കിൻ്റെ വാളെന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു, കട്ടിംഗ് മെഷീന് ഉപയോഗിക്കുന്നു. 76-ാമത്തെ പേജിലാണ് ബാക്കി രണ്ട് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? യസ്തഖ്ദിമുൽ മുസമ്മിമു, യസ്തഖ്ദിമു ഉപയോഗിക്കുന്നു, ആര്? അൽ മുസമ്മിമു ഡിസൈനർ, ഡിസൈൻ ചെയ്യുന്ന ആൾ ഉപയോഗിക്കുന്നുണ്ട്. ബിൽ ഹാസൂബ് കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസൈനറൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. അവസാനത്ത് നോക്കുക. യസ്തഖ്ദിമു ഉപയോഗിക്കുന്നു, അൽ മുസാരി കർഷകൻ, കർഷകൻ ഉപയോഗിക്കുന്നു. ബിൽ മിജ്റഫത്തി കൈക്കോട്ട്, വയലിലും പാടത്തും പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന കർഷകർ കൈക്കോട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ഒരു ആക്ടിവിറ്റി നോക്കുക. നുതർജിമുൽ ജുമല താലിയത്ത ഇലൽ ഇൻജിലീസിയത്തി കമാഫിൽ മിസാൽ. നുതർജിമു നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, നമുക്ക് വിവർത്തനം ചെയ്യാം. അത്താലിയത്ത അൽ ജുമല താലിയത്ത താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ, സെൻറ്റൻസുകൾ, ജുമൽ എന്ന് പറഞ്ഞാൽ വാക്യങ്ങൾ, അത്താലിയത്ത താഴെ വരുന്ന, ഇലൽ ഇൻജിലീസിയ ഇംഗ്ലീഷിലേക്ക് താഴെ വരുന്ന സെൻറ്റൻസുകൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാം. കമാ ഫിൽ മിസാൽ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ. ഒന്നവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഏതാണ് ഉദാഹരണം? നമുക്കൊന്ന് നോക്കാം. സനത്തസ്വിലു ബിക ലാഹിക്കൻ എന്നാണ്. സനത്തസ്വിലു കോണ്ടാക്റ്റ് ചെയ്യാം, ബിക്ക നിങ്ങളുമായിട്ട്, ലാഹിക്കൻ ഉടനെ അല്ലെങ്കിൽ പിന്നീട് ഞങ്ങൾ ബന്ധപ്പെടാം എന്നൊക്കെയാണ്. എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്? വി വിൽ കോണ്ടാക്റ്റ് യു ലേറ്റർ എന്നാണ്. നിങ്ങളെ പിന്നീട് വിവരമറിയിക്കാം, ബന്ധപ്പെടാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ 2, 3, 4, 5 ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. നോക്കുക. അന ഹിന്ദിയുൻ, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നാണ്. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയുക? അതെ, ഐ ആം ഇന്ത്യൻ എന്നാണ്. ദെൻ നെക്സ്റ്റ്, ബൈത്തി ഫി തിരുവനന്തപുരം. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീടാണ്. എല്ലാ ഇസ്മിൻ്റെ കൂടെയും അവസാനം യാ ചേർത്താൽ എൻ്റെ എന്നുള്ള അർത്ഥം വരും. ബൈത്തി, ബൈത്തുൻ എന്നുള്ളതിൻ്റെ കൂടെ ഒരു യാവും കൂടെ ചേർത്തു. അപ്പോൾ ബൈത്തി എൻ്റെ വീട് എവിടെയാണ്? ഫി തിരുവനന്തപുരം, തിരുവനന്തപുരത്താണ്. എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ എഴുതുക? മൈ ഹോം ഈസ് അറ്റ് ട്രിവാൻഡ്രം, എൻ്റെ വീടുള്ളത് തിരുവനന്തപുരത്താണ്. അടുത്തത് മാ ഉംറുക്ക, നിൻ്റെ പ്രായം എത്രയാണ് എന്നാണ്. അതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഹൗ ഓൾഡ് ആർ യു, നിനക്ക് എത്ര പ്രായമായി എന്നാണ്. അവസാനത്തേത് ഹൽ ഇൻദക ഖിബ്റത്തുൻ, നിനക്ക് വല്ല പരിചയമുണ്ടോ, ജോലി പരിചയമുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. അതെങ്ങനെയാണ് പറയുക? ഹാവ് യു എക്സ്പീരിയൻസ്, നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ്. ഇത്തരത്തിലാണ് ആക്ടിവിറ്റികൾ വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അയ്യുഹൽ ഉമ്മാൽ, തൊഴിലാളികളെ എന്നുള്ള പാഠം പഠിക്കാം. ഇൻഷാ അല്ലാ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള മുഴുവൻ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.